BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പുതുവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടുന്ന ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞികൾ ആളെ കൂട്ടുന്നതിനൊപ്പം വിവാദത്തിനും ആക്കം കൂട്ടുന്നു. കൊച്ചിൻ കാർണിവൽ ആഘോഷത്തെ ഇത്രയും പ്രശസ്തമാക്കാൻ കാരണമായിട്ടുള്ളത് പാപ്പാഞ്ഞി കത്തിക്കൽ ചടങ്ങാണ്. അടുത്ത കാലങ്ങളായി നിർമ്മിക്കുന്ന പാപ്പാഞ്ഞികൾ വിവാദങ്ങളിൽ പെടുന്നതോടെ അഗ്നിക്കിരയാക്കുന്ന പാപ്പാഞ്ഞികളെ കാണുവാനെത്തുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. 3 പതിറ്റാണ്ടോളം കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്നത് ചുവന്ന വസ്ത്രമണിഞ്ഞ വെളുത്ത താടിയുള്ള പപ്പാഞ്ഞി രൂപത്തെയായിരുന്നു. ഇത് മാറ്റി മോഡേൺ രൂപത്തിലുള്ള പപ്പാഞ്ഞിയെ തയ്യാറാക്കിയത് നാട്ടുകാർക്കിടയിൽ തന്നെ വലിയ തോതിൽ വിമർശനം അഴിച്ചുവിട്ടിരുന്നു. പഴമക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച പൈതൃക രൂപമാറ്റം ഉൾക്കൊള്ളാൻ നല്ലൊരു വിഭാഗം നാട്ടുകാർ വൈമനസ്യം കാണിച്ചത് ആദ്യം വിവാദത്തിനിടയാക്കി. പിന്നീട് പ്രധാനമന്ത്രിയുടെ മുഖച്ഛായുള്ള പപ്പാഞ്ഞി രൂപം വൻ വിവാദത്തിന് വഴിതെളിയിച്ചു. ഈ രൂപം കത്തിക്കുന്നത് കാണാൻ വലിയ ജനവിഭാഗം എത്തിയതോടെ തിക്കിലും തിരക്കിലും പെട്ട് 100 കണക്കിന് ആളുകളെ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇടയ്ക്ക് പപ്പാഞ്ഞിയെ പച്ച നിറത്തിലുള്ള ഉടുപ്പ് അണിയിച്ചതും വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ഈ വർഷം വെളി മൈതാനത്ത് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടന നിർമ്മിച്ച പപ്പാഞ്ഞി 24 മണിക്കൂറിനകം പൊളിച്ചു മാറ്റണമെന്ന പോലീസിന്റെ നോട്ടീസാണ് വിവാദമായത്. ഒടുവിൽ സംഘാടകർ കോടതിയെ സമീപിച്ച് കത്തിക്കാൻ ഉത്തരവ് വാങ്ങിയതോടെ പോലീസിന് തല കുനിക്കേണ്ടി വന്നു. ഇതിനിടെ കളിയിടങ്ങളിൽ അടുത്ത വർഷം മുതൽ പപ്പാഞ്ഞിയെ കത്തിക്കൽ DJ അടക്കമുള്ള ആഘോഷ പരിപാടികൾ നടത്തരുതെന്നാവശ്യപ്പെട്ട് കായിക പരിശീലകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ നേട്ടങ്ങളുമായി പുതുവർഷത്തെ വരവേറ്റ് കൊച്ചി മെട്രോ. ഡിസംബർ 31 മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 1.3 ലക്ഷം കടന്നു. ഡിസംബറിൽ മാത്രം 32,35,027 പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന നേടി. ഡിസംബറിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ 10.15 കോടി വരുമാനം നേടി മറ്റൊരു നേട്ടവും മെട്രോ കൈവരിച്ചു. മുൻവർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം 29,59,685 വരുമാനം 9,24,69,402 ആയിരുന്നു. ജൂലൈ മുതൽ പ്രതിദിനം 1 ലക്ഷത്തിലേറെ യാത്രക്കാരെ നേടുന്ന മെട്രോ കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി പ്രവർത്തന ലാഭവും ഉണ്ടാക്കി. 2023 സാമ്പത്തിക വർഷം 5.35 കോടിയായിരുന്നു പ്രവർത്തന ലാഭം. 2024 സാമ്പത്തിക വർഷം 22.94 കോടിയാണ് വർദ്ധിച്ചത്. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.5 ലക്ഷത്തിലെത്തിക്കാനാണ് 2025 ലക്ഷ്യമിടുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കഴിഞ്ഞ വർഷം പ്രതിദിനം 1 ലക്ഷം യാത്രക്കാരെയാണ് ലക്ഷ്യമിട്ടത്. കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടി. നിരക്കുകളുടെ യുക്തിസഹമായ ഏകീകരണം, വിദ്യാർത്ഥികൾക്ക് നൽകിയ ഇളവ്, സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം, കൃത്യതയാർന്ന സർവീസ്, വൃത്തി, ശുചിത്വം, ജീവനക്കാരുടെ മികച്ച പെരുമാറ്റം, യാത്രക്കാരുടെ സഹകരണം തുടങ്ങിയവ നിരവധി ഘടകങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടിക്കറ്റിംഗിനായി ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏക മെട്രോയാണിതെന്നും ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സംവിധാനങ്ങളില്ലാത്തത് പ്രതിസന്ധിയായി മാറുന്നു. MC റോഡിലും MM റോഡിലെയും പ്രധാന ജംഗ്ഷനുകളിലാണ് കാൽനടക്കാർ ബുദ്ധിമുട്ടുന്നത്. പട്ടണത്തിലെ ഏറ്റവും തിരക്കുള്ള ഔഷധി ജംഗ്ഷനിൽ യാത്രക്കാർ ഇരുവശത്തേക്കും കടക്കാൻ പ്രയാസപ്പെടുകയാണ്. വടക്കൻ മേഖലയിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകളും അങ്കമാലി കാലടി ഭാഗങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളും നിർത്തുന്ന സ്ഥലത്ത് റോഡ് മുറിച്ചു കടക്കാൻ ആളുകൾ ഏറെ സമയം കാത്തുനിൽക്കുകയാണെന്നും ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും രോഗികളും പലപ്പോഴും
നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഭൂരിപക്ഷം ഡ്രൈവർമാരും കാൽനടക്കാർക്ക് പരിഗണന നൽകാറില്ല. പെരുമ്പാവൂർ കാലടി റോഡിലെ പല ഭാഗത്തും സീബ്ര ലൈനുകളില്ല. ഉണ്ടായിരുന്നത് മാഞ്ഞ് കാണാനാകാത്ത നിലയിലാണ്. കടുവാളിൽ ക്രിസ്റ്റൽ സൂപ്പർ മാർക്കറ്റിന് മുന്നിലും കാഞ്ഞിരക്കാട് ജംഗ്ഷനും പള്ളിപ്പടിക്കും മധ്യത്തിലുള്ള സ്ഥലത്തും മാഞ്ഞു പോകാത്ത രീതിയിൽ ഒരുക്കിയിരിക്കുന്ന വരകൾ ഒഴികെ മറ്റെല്ലാം അപ്രത്യക്ഷമാണ്. കടുവാൾ ജംഗ്ഷൻ സെന്റ് ജോർജ് പള്ളിയുടെ മുൻവശം, കാഞ്ഞിരക്കാട് ജംഗ്ഷൻ, പള്ളിപ്പടി, വല്ലം, ചൂണ്ടി മസ്ജിദിന് സമീപം എന്നിവിടങ്ങളിലെല്ലാം വരകൾ മാഞ്ഞു. ഏറ്റവും അപകട സാധ്യതയുള്ളതും നിരവധി കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുമായ സ്ഥലങ്ങളാണിവ. രാത്രിയും പകലും ഗതാഗതക്കുരുക്കുള്ള വല്ലം ജംഗ്ഷനിൽ കാൽനടക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. റോഡിന് അപ്പുറം എത്തണമെങ്കിൽ ട്രാഫിക് പോലീസുകാർ കനിയണമെന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. 3 റോഡുകൾ സന്ധിക്കുന്ന ജംഗ്ഷനും അപകട മേഖലയും എന്ന നിലയ്ക്ക് ഇവിടെ കാൽനടക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം നിലനിൽക്കെ സീബ്ര ലൈനുകൾ പോലും ഒരുക്കാതെ അധികൃതർ അവഗണിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.